ഈ രണ്ട് കഥകൾ ഞാൻ പറയാൻ കാരണം അടുത്ത ഒരു കഥ പറയാനാണ്. നിലച്ചിരിക്കാതെ ഞാൻ കേട്ട ഒരു കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് കഥകൾ പറഞ്ഞത്. സിനിമാ രംഗത്ത് ഹതഭാഗ്യയൊരു സിനിമാക്കാരിയെ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ പെട്ടെന്ന് കയറി പറയും വിഗതകുമാരിയിലെ നായികയായിരുന്ന റോസി ആയിരിക്കും എന്ന് പറയും. കാരണം സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ തിരുവനന്തപുരം വിട്ടു പോകേണ്ടി വന്ന, പലായനം ചെയ്യേണ്ടി വന്ന ഒരു ഹതഭാഗ്യമാണല്ലോ അവർ. അങ്ങനെ പറയും. വേറെ ചിലപ്പോൾ പറയും 21 വയസ്സും 2 മാസവും 9 ദിവസവും പ്രായമുള്ളപ്പോൾ വിഷം കഴിച്ചാണോ വിഷം കൊടുത്താണോ എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ട വിജയശ്രീയാണെന്ന് പറയും. ആ ഹതഭാഗ്യ. ഇനി ചിലർ പറയും 18 വയസ്സ് പ്രായമുള്ളപ്പോൾ കൊന്നതോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത ഉർവശി ശോഭയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹതഭാഗ്യ എന്ന് പറയും. ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി ദക്ഷിണേന്ത്യൻ സിനിമയാകെ എന്താ പറയുക തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്ന 36-ാം വയസ്സിൽ ഒരു സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ച സിൽക്ക് സ്മിതയാണ് മലയാള സിനിമ അല്ലെ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ഹതഭാഗ്യം എന്ന് വേറെ ചിലർ പറയും. ഇവരെല്ലാം സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തീർച്ചയായിട്ടും ഹതഭാഗ്യർ തന്നെയാണ്. പക്ഷേ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ജീവിതം മുഴുവൻ കയ്പുനീർ മാത്രം കുടിച്ച് ഹതഭാഗ്യ എന്ന പേരിന് അർഹയായ ഒരാളുണ്ട് എന്ന് ഞാൻ പറയും. അത് പ്രശസ്ത അഭിനേത്രി ശ്രീവിദ്യയാണ്. പ്രശസ്തയായ അമ്മയുടെ മോളായി ജീവിതം തുടങ്ങിയ ശ്രീവിദ്യ എം.എൽ. വസന്തകുമാരി എന്ന് പറഞ്ഞ സംഗീതജ്ഞയുടെ മകളാണല്ലോ. കുഞ്ഞുനാളിൽ തനിക്ക് എം.ജി.ആറിൻ്റെ നായികയാകണമെന്ന് പറഞ്ഞ് കരയുകയും അതറിഞ്ഞ എം.ജി.ആർ തന്നെ നേരിട്ട് വന്ന് നീ വലിയ പൊണ്ണാവട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ നായികയാക്കാം എന്ന് പറഞ്ഞ ശ്രീവിദ്യ. സംഗീതവും നൃത്തവും പഠിച്ചിട്ട് സംഗീതജ്ഞയോ നർത്തകിയോ ആകാതെ അഭിനേത്രി ആയതിലൂടെ ജീവിതം തന്നെ നശിച്ചു പോയ ശ്രീവിദ്യ. സ്നേഹത്തിനായി ദാഹിച്ച് ജീവിച്ച് ഒന്നുമാകാതെ സ്നേഹം, വിലപ്പെട്ട സ്നേഹം, എന്താ പറയുക കറ പുരളാത്ത സ്നേഹം ലഭിക്കാതെ മരിക്കേണ്ടി വന്ന ഹതഭാഗ്യയായ ശ്രീവിദ്യ. കൂടെ അഭിനയിക്കാനെത്തിയ കമൽഹാസൻ എന്ന നായകനോട് ഹൃദയം കൊണ്ടടുത്ത നായികയായിരുന്നു ശ്രീവിദ്യ. അദ്ദേഹം ഒരു ജമിനി ഗണേശനെയാണ് നമ്മൾ കാതൽ മന്നൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെങ്കിലും കമൽഹാസനാണ് കാതൽ മന്നൻ. കാരണം അദ്ദേഹവുമായി സഹകരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നും. അത് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടോ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡാണ്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം മിസ്യൂസ് ചെയ്തെന്ന് തോന്നാം. ആത്മാർത്ഥ പ്രേമം ക്ലൈമാക്സിലെത്തി എന്നറിയുമ്പോൾ നായകൻ പിൻവാങ്ങി ആൻറ്റി ക്ലൈമാക്സിലെത്തിച്ച പ്രണയമായിരുന്നു കമൽഹാസനും ശ്രീവിദ്യയുമായിട്ടുണ്ടായിരുന്നത്. കമൽ വാണി ഗണപതിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ശ്രീവിദ്യയുമായിട്ട് പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ ചെറുപ്രായത്തിലെ വാണി ഗണപതിയെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. ആ പ്രണയ സാഫല്യം പോലെ അവരെ കല്യാണം കഴിച്ചു. അവരെ കല്യാണം കഴിച്ചിട്ട് പോലും കമൽഹാസനെ മനസ്സിൽ കൊണ്ട് നടന്ന ആളായിരുന്നു ശ്രീവിദ്യ. എപ്പോഴോ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ അവർ ഭരതനുമായി പ്രണയത്തിലായി. മനസ്സിൽ മറച്ചു വെച്ച ആ പ്രണയം അവർ മനസ്സിൽ മറച്ചു വെച്ചാൽ ഒരുപാട് പ്രണയിച്ച ശേഷം എപ്പോഴോ ഭരതനും അതിൽ നിന്ന് പിൻവാങ്ങി. ശ്രീവിദ്യയായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. അടുത്തൊരാളെ അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചു. അങ്ങനെ വേറൊരാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോഴും തൻ്റെ പ്രണയിനിയായിരുന്ന ശ്രീവിദ്യ ഭരതനോട് പറഞ്ഞത് അതിൽ ജന്മമെടുത്ത ആദ്യത്തെ ആൺകുട്ടിയെ എനിക്ക് വളർത്താൻ തരുമോ എന്നായിരുന്നു. അത് ആരെങ്കിലും ചെയ്യുമോ? കാമുകനോട് കാമുകി ചോദിക്കുകയാണ്, എന്നെ നിങ്ങൾ എന്തായാലും ഉപേക്ഷിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ച ഭാര്യയിൽ നിങ്ങൾക്കുണ്ടായ മകനില്ലേ, ആ മകനെ എനിക്ക് തരൂ, ഞാൻ നിങ്ങളുടെയും എൻ്റെയും മകനായി അവനെ പൊന്നുപോലെ വളർത്താം എന്ന് പറഞ്ഞു. പക്ഷേ ആരെങ്കിലും കൊടുക്കുമോ? കൊടുത്തില്ല. അഭിനയിക്കാൻ ചെന്ന സിനിമയുടെ നിർമ്മാതാവ് ലൊക്കേഷനിലേക്ക് പല പല വർണ്ണങ്ങളിലുള്ള കാറുകളിൽ ആ കാറിൻ്റെ സൂട്ടബിളാവുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്നിറങ്ങുന്ന കണ്ടപ്പോൾ തീക്കനലിൻ്റെ നിർമ്മാതാവിനെ കയറി പ്രേമിച്ചു. ആ പ്രേമം വളരെ സീരിയസ് ആയി മാറുന്നു എന്നറിഞ്ഞപ്പോൾ അതിലെ നായകൻ അടക്കം ശ്രീവിദ്യയോട് പറഞ്ഞു, വിദ്യമ്മ നിങ്ങളൊരു അബദ്ധത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾ അയാളെ പ്രേമിക്കരുത്, അയാൾ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും എന്ന് ഉപദേശിച്ചപ്പോൾ നായകനെ അടക്കം ശ്രീവിദ്യ ശത്രുവായി കണ്ടു. കാരണം അവർ നോക്കുമ്പോൾ ലൊക്കേഷനിലേക്ക് ചുവന്ന കളർ കാറ് വരുമ്പോൾ ചുവന്ന കളർ ഉടുപ്പൊക്കെ ഇട്ടാണ് അയാൾ വരുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയിട്ട് വരുമ്പോൾ ഒരു മഞ്ഞ കളർ കാറിൽ വരും. എല്ലാം വില കൂടിയ കാറുകളാണ്. പക്ഷേ തീക്കനൽ എന്ന് പറഞ്ഞ നിർമ്മാതാവായി ഇവരെ പറ്റിച്ച ആൾ ഒരു ബിനാമി ആയിരുന്നു എന്നും പൈസ മുടക്കിയത് വേറെ ആണുങ്ങളായിരുന്നു എന്നും ഇവർക്കറിയില്ലല്ലോ.
പക്ഷേ ആ തീകനലിലെ നായകനായ മധുസാറടക്കം ഇവരെ പരിചയമുള്ളവരൊക്കെ പറഞ്ഞു അബദ്ധത്തിൽ ചാടരുത്. പക്ഷേ അക്കാലത്ത് ശ്രീവിദ്യ വിചാരിച്ചു ഇവർക്കെല്ലാം എന്നോട് എന്തോ ദേഷ്യമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ എംബോക്കിയോട് അമർഷമുള്ളതുകൊണ്ടാണ്, കൊതിക്കെറിവുകൊണ്ട് പറയുന്നതെന്നാണ് വിചാരിച്ചത്. കല്യാണം കഴിച്ചു. താൻ ചതിക്കപ്പെടുകയായിരുന്നു. ഇയാൾ നിർമ്മാതാവല്ല, ബിനാമിയാണ് എന്നറിഞ്ഞിട്ടും അയാളെ സ്നേഹിക്കാൻ ശ്രമിച്ച പാവമായിരുന്നു ശ്രീവിദ്യ. താൻ സമ്പാദിച്ചതൊക്കെ അയാൾ സ്വന്തമാക്കിയിട്ട് ഒരു നാൾ ഒരു സന്ധ്യയ്ക്ക് അനാഥയെ പോലെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒടുവിൽ ക്യാൻസർ ബാധിതയായി തിരുവനന്തപുരത്ത് അവസാനിച്ചതാണല്ലോ ശ്രീവിദ്യയുടെ ജീവിതം. അന്യമതസ്ഥനെ വിവാഹം കഴിച്ചതിലൂടെ എല്ലാമായ അമ്മയിൽ നിന്നും അകലേണ്ടി വന്നതിൻ്റെ ദുഃഖം ശ്രീവിദ്യ നന്നായിട്ട് അഭിനയിച്ചു, ഏകാന്തതയിൽ അനുഭവിച്ചു. കാരണം ഭർത്താവും കളഞ്ഞു, അമ്മയുമില്ല, അങ്ങനെ ഒറ്റപ്പെട്ടു പോയി ആ പാവം. ഭർത്താവ് ഉദ്യോഗസ്ഥനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ആശ്വസിപ്പിക്കാൻ അമ്മ ഓടിയെത്തി. അത്രയെങ്കിലും നടന്നു. ഒരു സഹോദരനുണ്ടായിട്ടും അമ്മയുടെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ശ്രീവിദ്യയ്ക്ക് മരണം വരെയും മനസ്സിൽ നിന്നും കമൽഹാസനെ ഇറക്കിവിടാൻ കഴിഞ്ഞില്ല. തികച്ചും സ്വകാര്യമായി ആ വേദന അവർ സൂക്ഷിച്ചു. വാണി ഗണപതിയിൽ നിന്നും സരിതയിലേക്കും, സരിതയിൽ നിന്ന് ഗൗതമിയിലേക്കും, പിന്നെ മറ്റു പലരിലേക്കും അദ്ദേഹം പ്രണയപ്രയാണം നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴും തൻ്റെ ഗന്ധർവനായി ശ്രീവിദ്യ കമൽഹാസനെ സ്നേഹിച്ചു. അത് മനസ്സിലാക്കിയിട്ടാകണം കമൽ മറ്റാർക്കും കാണാൻ അനുമതി കൊടുക്കാത്ത തലസ്ഥാനത്തെ SUT ആശുപത്രി മരണത്തോട് മല്ലടിച്ച് ശ്രീവിദ്യ കിടക്കുമ്പോൾ കമൽഹാസൻ കാണാൻ വന്നു. തൻ്റെ പ്രിയ കാമുകൻ കാണാൻ വന്നു. അപാരമായി ചങ്കൂറ്റുണ്ടെങ്കിലേ കാണാൻ വരാൻ പറ്റൂല്ലേ. കാമുകി വഞ്ചിച്ചു, അല്ലെങ്കിൽ കാമുകിയുമായിട്ട് പിരിഞ്ഞിട്ട് വേറെ 3 കല്യാണം കഴിച്ചിട്ട് പിന്നെ ആരുടെയൊക്കെയോ പ്രണയ സല്ലാപങ്ങൾ നടത്തിയിട്ട് എൻ്റെ ആദ്യ കാമുകി മരിക്കാൻ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ കാണാൻ കമൽഹാസൻ വന്നു. അതൊരു വിശാല മനസ്സായി വേണമെങ്കിൽ നമുക്ക് കാണാം. മറ്റുള്ളവരെ ചികിത്സിക്കുന്നവരെ അടക്കം, ആ റൂമിലുള്ള ശ്രീവിദ്യയുടെ റൂമിലുള്ള ചികിത്സിക്കാൻ വന്ന നേഴ്സുമാരടക്കം ഡോക്ടർമാരടക്കമുള്ളവരെ എല്ലാവരെയും പുറത്താക്കിയ ശേഷം, വാതിലടച്ച ശേഷം കമൽഹാസനും ശ്രീവിദ്യയും മാത്രം എത്രയോ സമയം ആ ആശുപത്രിയുടെ മുറിക്കകത്തുണ്ടായിരുന്നു. അവരെന്തൊക്കെ പങ്കിട്ടു, എന്തൊക്കെ പറഞ്ഞു, ഒന്നും പുറം ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ല. കാരണം കമൽഹാസൻ വന്നു പോയി ചുരുക്കം നാൾ കഴിയുമ്പോഴേക്കും അവർ മരിച്ചു. കമൽഹാസനാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സ് തുറക്കുന്ന ആളുമല്ല. ഒരു നിമിഷത്തേക്കെങ്കിലും ഇരുവരും പഴയ കാമുകന്മാർ ആയി കാണുമോ എന്നെനിക്കറിയില്ല. കാരണം അവരും മരണത്തോടടുക്കുന്നവർക്ക് എന്ത് കാമുകിയല്ലേ. എന്തൊക്കെയോ ഇരുവരും പങ്കുവച്ചു എന്നുള്ളത് അജ്ഞാതമായി ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തായാലും ഒന്നറിയാം, കമൽ വന്നു പോയ ശേഷം ശ്രീവിദ്യ പിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരോടും നേഴ്സുമാരോടും അവിടെ അഡ്മിറ്റ് ചെയ്ത ഗണേഷ് കുമാർ അടക്കമുള്ളവരോടും ഒക്കെ പറഞ്ഞിരുന്ന ഒരു വേദവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മരിക്കണ്ട എന്ന ഒരു വിലാപമായിരുന്നു. എനിക്ക് മരിക്കണ്ട എന്ന് ഓരോ ഇഞ്ചക്ഷനും അല്ലെങ്കിൽ മരുന്നും കൊടുക്കുന്നവരോടൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ച് മതിയായില്ല, എനിക്ക് മരിക്കണ്ട എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ യാചന പോലെ എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞത് എന്താ പറയുക, ഒരിടത്തും ഫലപ്രാപ്തിയിലെത്തിയില്ല. അവസാന നാളുകളിൽ എനിക്ക് ജീവിക്കണം എന്നതായിരുന്നു ശ്രീവിദ്യയുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീണത് എന്ന് അവരെ പോയി കണ്ട ഒരു ജ്യോതിഷിയാണ് എന്നോട് പറഞ്ഞത്. ശ്രീവിദ്യ മരിച്ചു. വിവരമറിഞ്ഞ് ഏക സഹോദരൻ തലസ്ഥാനത്തേക്ക് വന്നു. സംസ്കാരം നടത്തി. ഒരു നാട്ടു നടപ്പ് പോലെ സംസ്കാരം നടത്തി. ഭർത്താവിൽ നിന്നും സുപ്രീം കോടതി വിധി വഴി സമ്പാദിച്ച ഫ്ലാറ്റും തിരുവനന്തപുരത്തുള്ള വീടുമടക്കം എല്ലാം എനിക്ക് ലഭിക്കണമെന്ന് സഹോദരൻ പോയി മുഖ്യമന്ത്രിയെ കണ്ട് ഒരു അപേക്ഷ കൊടുത്തു. ശ്രീവിദ്യയുടെ വസ്തുവകകളുടെ കസ്റ്റോഡിയൻ അപ്പോൾ KB ഗണേഷ് കുമാറാണ്. അതൊരു ട്രസ്റ്റായിരുന്നു. ഗണേഷ് കുമാർ അതൊരു ട്രസ്റ്റാക്കിയിരുന്നു ശ്രീവിദ്യയുടെ പേരിൽ. പക്ഷേ ഇതൊരു വലിയ വിവാദമായി മാറുന്നു. ശ്രീവിദ്യയുടെ വസ്തുവകകളെല്ലാം ഗണേശൻ കൈപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു വിവാദം വന്നപ്പോൾ അദ്ദേഹം ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ശ്രീവിദ്യയുടെ സ്വത്തുവകകളെല്ലാം സാംസ്കാരിക വകുപ്പിന് കൈമാറി. പ്രശ്നം തീർന്നല്ലോ. ഇനി ആർക്കും അദ്ദേഹത്തെ കളിയാക്കാൻ പറ്റില്ല, അദ്ദേഹം ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല, പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഈ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഈ കെട്ടിടങ്ങളും അവരുടെ വസ്തുവകകളും എല്ലാം കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അദ്ദേഹം അതുകൊണ്ട് തന്നെ അത് സാംസ്കാരിക വകുപ്പിന് കൈമാറി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശ്രീവിദ്യയുടെ സഹോദരൻ എങ്ങും കേസും വഴക്കുമായി പോയെന്നറിയില്ല. ഇപ്പോഴറിയുന്ന ഒരു പ്രധാന കാര്യം, ഞാൻ പറഞ്ഞില്ലേ, അവരെ കണ്ടിരുന്ന ഒരു ജ്യോതിഷി, ഒരു സ്ത്രീ, യാദൃച്ഛികമായി ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്,
അവിടെ ശ്രീവിദ്യയുടെ വീട്, തിരുവനന്തപുരത്തുള്ള വീട് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാറോ പൂജപ്പുര രാധാകൃഷ്ണനോ ആരോ ഒരാളിനെ അവിടെ ജോലിക്ക് നിർത്തിയിരുന്നു. അയാൾ ഒറ്റയ്ക്ക് പോയി കൂടെ ചെന്ന് വീടൊക്കെ അടിച്ച് തളിച്ച് തൂത്ത് വാരി വലയൊക്കെ അടിച്ച് ഇട്ടിട്ട് വരുമായിരുന്നു. പക്ഷേ അയാൾക്ക് പിന്നീടായപ്പോൾ ഒറ്റയ്ക്ക് അവിടെ പോകാൻ ഒരു വിഷമം അത്രേ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മുറി തൂത്ത് തുടച്ച് വൃത്തിയാക്കി വരുമ്പോൾ അടുത്ത മുറിയിൽ ആരോ നടക്കുന്ന ഒരു നെഴല് പോലെ നടന്നു പോകുന്നതും കാൽപെരുമാറ്റവും കേൾക്കുന്നു. അയാൾ ഈ മുറിയിൽ നിന്ന് മാറി ആ മുറിയിലേക്ക് പോകുമ്പോൾ നേരത്തെ തൂത്ത മുറിക്കകത്ത് ഒരാരോ നടന്നു പോകുന്ന പോലെ ഒരു രൂപം നടന്നു പോകുന്ന പോലെ തോന്നുന്നു. അതുപോലെ നടക്കുന്ന കാലച്ചു കേൾക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അയാൾ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ തൂത്ത് തുടയ്ക്കാൻ വരാതായി. പിന്നെ അയാൾ എന്താ പറയുക, ഒരാളെ കൂടെ കൊണ്ടുവരാൻ തുടങ്ങി. പക്ഷേ പിന്നെ അയാൾ വരാതെയായി. എനിക്ക് ആ വീട് എനിക്കറിയാം. ആ വീട് പോയി ഒന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചത്. അവിടെ പോയി വീടിൻ്റെ ഒരു പടം എടുക്കണം, വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ എന്തോ ഒരു അശുഭ ചിന്ത പോലെ. വേണ്ട, നമ്മൾ പോയി ഇനി ശ്രീവിദ്യാമ്മയുടെ ആ വീടൊന്നും പുറം ലോകത്തേക്ക് ഇനി കാണിക്കണ്ട. അത് തകർന്ന് തരിപ്പണമായെങ്കിൽ, അങ്ങനെ കാട് പിടിച്ചെങ്കിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് തോന്നി ഞാൻ പോയി എടുത്തില്ല. ആശുപത്രിയിൽ അവസാനമായി ശ്രീവിദ്യയെ കണ്ട നേരത്തെ പറഞ്ഞ ആ മഹതി പറഞ്ഞത്, വിദ്യാമ്മയുടെ ആത്മാവ് എങ്ങും പോയിട്ടില്ല, അങ്ങനെ പോകാൻ അവർക്കാകില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അതിശയപ്പെട്ടു. എന്നിട്ട് അവർ എന്തെങ്കിലും ഈ ലോകം വിട്ടു പോകണമെങ്കിൽ, ഈ ലോകം വിട്ട് അവർ പോകും, പക്ഷേ അവർ പോകണമെങ്കിൽ അവർ കലർപ്പില്ലാതെ സ്നേഹിച്ച കമൽഹാസൻ ഈ ലോകം വിട്ടു പോകണം എന്നാണ് എന്നോട് പറഞ്ഞത്. എത്ര പേർ വിശ്വസിക്കും, എത്ര പേർ അവിശ്വസിക്കും, എത്ര പേർ എന്നെ തെറി പറയുമെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും കമൽഹാസൻ ഈ ഭൂലോകം വിട്ട് പോയാൽ അന്നായിരിക്കും ശ്രീവിദ്യയും ഈ ലോകം വിട്ടു പോകുന്നത്. ഇനി എന്തൊക്കെ മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ശ്രീവിദ്യ ഈ ലോകം വിട്ടു പോകില്ല എന്നാണ് കേട്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വല്ലായ്മ തോന്നി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കുന്നു എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. കലർപ്പില്ലാത്ത സ്നേഹത്തിനായി, നിബന്ധനകളില്ലാത്ത സ്നേഹത്തിനായി, പണത്തിനു വേണ്ടിയുള്ള സ്നേഹം നടിക്കാത്ത ഒരു മനുഷ്യ സ്ത്രീയായി ജീവിച്ച വിദ്യാമ്മയ്ക്ക് അർത്ഥപൂർണമായ ഒരു യാത്രയയപ്പ് ഈ ലോകത്ത് നിന്നും കിട്ടട്ടെ. അത് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കമൽഹാസൻ ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം ദൈവവിശ്വാസമുള്ള ഒരാളല്ല. എൻ്റെ ഈ സ്റ്റോറി കണ്ട ആരെങ്കിലും കമൽഹാസനോട് പറയുകയാണ്, തിരുവനന്തപുരത്തുള്ള ഒരു യൂട്യൂബിൽ ഒരു കഥ കേട്ടു, ശ്രീവിദ്യയുടെ ആത്മാവ് എങ്ങും പോയിട്ടില്ല, തൻ്റെ പ്രാണനിൽ പ്രാണനായിരുന്ന കമൽഹാസൻ ഈ ലോകം വിട്ടു പോകുമ്പോൾ മാത്രം, അദ്ദേഹത്തോടൊപ്പം മാത്രമേ ഞാൻ ഈ ലോകം വിട്ട് അദൃശ്യമായ മറ്റൊരു ലോകത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഒരാൾ പറഞ്ഞു എന്നാണ് യൂട്യൂബിൽ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ കമൽഹാസൻ ചിരിക്കുമായിരിക്കും. പക്ഷേ ആ ജ്യോതിഷി പറയുന്ന കഥ കേട്ടിരുന്നപ്പോൾ എനിക്ക് മരിക്കണ്ട, എനിക്ക് ഇനിയും ജീവിക്കണമെന്ന് കെഞ്ചുന്ന ശ്രീവിദ്യയുടെ ആ മുഖം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ, തൂത്ത് തുടയ്ക്കാൻ വന്ന ആൾ ഒരു മുറി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ മുറിയിലൂടെ ഒരു അദൃശ്യ രൂപം നടന്നു പോവുകയും അതിൻ്റെ പെരുമാറ്റം കേൾക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കെന്തോ അത് വിശ്വസിക്കാനാണ് ഇഷ്ടം. പ്രിയപ്പെട്ട വിദ്യാമ്മ, ഞാനൊരു സിനിമയിലോ സീരിയലിലോ അവരോടൊപ്പം സഹകരിച്ചിട്ടില്ല. പക്ഷെ അവർ ഷൂട്ട് ചെയ്യുന്ന, അവർ അഭിനയിക്കുന്ന ഓമനത്തിങ്കൾ കിടാവെന്ന് പറഞ്ഞ ഷീ മൂവീസിൻ്റെ ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോവുകയും വിദ്യാമ്മയോട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വർക്കിലൊന്നും ഞാനില്ലായിരുന്നു. പക്ഷെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച, അതിനുവേണ്ടി സ്വയം ജീവിതം അർപ്പിച്ച ഒരു പാവ സ്ത്രീയായിരുന്നു വിദ്യാമ്മ. അത് കമൽഹാസനായാലും ഭരതേട്ടനായാലും ആ ദ്രോഹി ജോർജ് ആയാലും, ഭർത്താവ് എന്ന് പറഞ്ഞു വന്ന് അവരെ ചതിച്ച ജോർജ് ആയാലും, എല്ലാവരിൽ നിന്നും സ്നേഹത്തിന് വേണ്ടി യാചിച്ച ഒരു പാവമായിരുന്നു ശ്രീവിദ്യ. വിദ്യാമ്മയ്ക്ക് അവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യാമ്മയുടെ കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഗോവിന്ദൻകുട്ടിയുടെയും ഉദയായിലെയും 2 കഥകൾ പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അദൃശ്യമായ ഒരു ശക്തി ഈ ലോകത്തുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞ ഈ 3 കഥകളിലും ഉള്ളത്. നിങ്ങൾക്കും അത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അവസാനിപ്പിക്കുന്നു. വിദ്യാമ്മയുടെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.